രാത്രി ആയപ്പോഴാണ് ഓർമ്മ വന്നത്, നാളെ ഉഴുന്ന് ദോശ ഉണ്ടാക്കാനുള്ള മാവ് അരച്ചിട്ടില്ലല്ലോ റബ്ബേന്ന്. അപ്പോൾ ഒരാൾ എൻ്റെ മേത്തുനിന്നുകൊണ്ട് വേറിടണില്ല, ഓനിക്ക് ഞാൻ എടുത്തും കൊണ്ട് നടക്കണം. അങ്ങനെ എടുത്ത് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പരിപാടി നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അവനെ സോപ്പിട്ട് പാട്ടൊക്കെ പാടി കൊടുത്തിട്ട് സോപ്പിടുകയാണ്. അപ്പോൾ പിന്നെ ഓന് വേണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ അരി കഴുകാൻ പിന്നെ ഓനും കൂടി. ഓൻ വന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഓൻ്റെ കയ്യും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അരി കഴുകുകയാണ്. അരി കഴുകുന്നതിൻ്റെ ഇടയിൽ ഓനുണ്ട് കൈയിട്ട് വാരാനുള്ളത്. ഞാനൊന്നുകൊണ്ട് മാറുമ്പോഴത്തേന് ഓൻ അതെടുത്തിട്ട് അതിൽ കളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനതിന് കുറേ ഓനോട് ചൂടാവണമൊക്കെ ഉണ്ട്. പറഞ്ഞിട്ട് എന്താ കാര്യം, കുട്ടികളല്ലേ, അങ്ങനെ തന്നെയല്ലേ. എൻ്റെ കൂടെ തന്നെ വരുന്നത് കൊണ്ട് മൂലം എൻ്റെ കൂടെ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കുകയാണ് ഓന്. പച്ചരിയും ഉഴുന്നും പിന്നെ ഉലുവയും കൂടി ആട്ടെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു, രാവിലെ ഇട്ട് വെച്ചിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അരക്കുമ്പോൾ അതിൽ കുറച്ച് ചോറ് ഇട്ടിരുന്നു, നല്ല സോഫ്റ്റ് ഉഴുന്ന് ദോശ കിട്ടും. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അരച്ച് വന്നപ്പോഴത്തേന് എൻ്റെ മകൻ കാട്ടി പരിപാടി കണ്ട, ചോറിൻ്റെ പാത്രത്തിൽ നിന്ന് ചോറ് മുഴുവനും ഗ്യാസിന് തിന്നാൻ കൊടുത്തേക്കാണ്. എന്താ സ്നേഹമല്ല ഗ്യാസിനോടുള്ള. ഞാൻ അരക്കണതിൻ്റെ ഇടയിൽ ഓൻ കാട്ടി പരിപാടിയും ഇതിട്ടാ. എന്തായാലും ഒരു പണി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പണി എനിക്ക് എന്തായാലും കിട്ടി.